Hello, welcome all of you. Today we shall talk about fundamental niche and realized niche. You know what is niche? Ecological niche. The niche of an organism refers to the fundamental role it plays in the ecosystem. ഒരു ഓർഗാനിസം ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എന്തുതരം റിസോഴ്സസ് അത് യൂട്ടിലൈസ് ചെയ്യുന്നു? Range of tolerance to physical factors like light, temperature, pH, etc. Precise place where it lives, feeding behavior, whatnot. All this comes under ecological niche. So the niche of an organism depicts how it lives and is able to survive in its environment. So the three major aspects of niche that has been examined in detail are the following. These three. First one, Grinnell or spatial or habitat niche concept. Then Eltonian niche concept, the trophical or functional niche concept. Third one, Hutchinson's niche concept, the n-dimensional hyperbolic niche concept. മൂന്നിലൊന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതെന്താണ് കൃത്യമായിട്ട് വരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം. First one, Grinnell niche concept, the spatial or habitat niche concept. The term niche was used for the first time by Joseph Grinnell in 1917. He thought of a niche in terms of the microhabitat that occupies. അപ്പോൾ ഗ്രിനൽ നിഷ് കൺസെപ്റ്റ് മൈക്രോ ഹാബിറ്റേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് ഈസ് നൗ കാൾഡ് സ്പേഷ്യൽ നിഷ്. The smaller habitat within a larger one is known as microhabitat. അത് ഒരു ഉദാഹരണം മനസ്സിലാക്കാം. For example, a fallen log inside a forest can provide microhabitat for insects that are not found in the wider forest habitat outside such logs. ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഹാബിറ്റേറ്റ് ആയിരിക്കുന്ന അതിനുള്ളിൽ ഒരു fallen log അതിൽ വസിക്കുന്ന ഇൻസെക്ട്സ് ഉണ്ട്, ഒരു മൈക്രോ ഹാബിറ്റേറ്റ്. Spatial or habitat niche represents the physical space occupied by an organism. Okay. Then Eltonian niche concept എന്ന് പറയുമ്പോൾ Elton defined an animal's niche as its place in the biotic environment. It emphasized the functional attributes or functional role of animals and their corresponding trophic position. ഒരു ബയോട്ടിക് എൻവയോൺമെന്റിൽ ഒരു ആനിമലിന്റെ സ്ഥാനം എന്താണ്, അതാണ്. ഇപ്പോൾ അതാണ് എൽട്ടോണിയൻ നിഷ് കൺസെപ്റ്റിന്റെ പ്രധാന കാര്യം. ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകും. ഇപ്പോൾ സപ്പോസ് എ ട്രീ ഇൻ ദ ഫോറസ്റ്റ്, സീഡ്സ് ഇൻ ഇറ്റ് മേ ബി ഈറ്റൻ ബൈ ബേർഡ്സ്, fruits by monkey, and leaves by deer. Suppose here the tree, bird, monkey, and deer all have their own trophic position and have their own role in the ecosystem. So bird അതിന് എക്കോസിസ്റ്റത്തിൽ ഒരു ട്രോഫിക് പൊസിഷൻ ഉണ്ട്. അതുപോലെ മങ്കി, ഡിയർ ഇവയ്ക്കെല്ലാം ഒരു ട്രോഫിക് പൊസിഷൻ ഉണ്ട്. ഇവയ്ക്ക് ഒരു റോളും ഉണ്ട്. എന്താണ് റോൾ? ബേർഡ്സ് സീഡ് കഴിക്കുന്നു, മങ്കി ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, ട്രീയുടെ ലോവർ പാർട്സിലുള്ള ഇലകള് പിന്നെ ഡിയർ ഭക്ഷിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഒരു അതെല്ലാം ഈ പേര് കൊണ്ട് തന്നെ വ്യക്തമാണ്. എൽട്ടോണിയൻ എൽട്ടനാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആ ട്രോഫിക് പൊസിഷനിൽ ഉണ്ട് ഓരോന്നിനും അവിടെ ഉള്ള അതിന് ഒരു ഫങ്ഷണൽ റോളും ഉണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. സോറി, ഇവിടെ ഓഡം, ഫേമസ് എക്കോളജിസ്റ്റ് ഓഡം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർക്കുക. എന്താണ്? The niche of species is analogous to its profession in the ecosystem and habitat to its address. അപ്പൊ ഈ ഓഡത്തിന്റെ ഈ കൺസെപ്റ്റ് ശരിക്കും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എൽട്ടോണിയൻ കൺസെപ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എൽട്ടോണിയൻ കൺസെപ്റ്റ് നിഷ് കൺസെപ്റ്റില് ഇറ്റ് എംഫസൈസ് ദ ഫങ്ഷണൽ അട്രിബ്യൂട്ട്, ഫങ്ഷണൽ റോൾ ഓഫ് ആനിമൽസ്, അതാണ്. അപ്പൊ ഇവിടെ നിഷ് ഓഫ് സ്പീഷീസ് ഈസ് അനലഗസ് ടു പ്രൊഫഷൻ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. എൽട്ടോണിയൻ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഫങ്ഷണൽ റോൾ അല്ലെ തന്നെ അല്ല,
ഓടത്തിന്റെ നിഷ് കൺസെപ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നും കൂടെ ഓർത്തിരിക്കാം. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്നതാണ്. അതായത് 2 African rhinoceros species. One is white rhinoceros with broad mouth parts which are efficient in harvesting grass, while black rhinoceros has narrow pointed lips, enabling it to feed selectively on foliage of thorny bushes. Continue feeding habit രീതിയില്ല. ഇപ്പൊ അടുത്ത് നമുക്ക് Smithsonian n-dimensional hypervolume niche concept. It's a most valid niche concept developed by G. Hutchinson. It is n-dimensional. N is the number. Here is n-dimensional, where dimensions are environmental conditions and resources that define the requirements of an individual on a species. ഇപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ ഒരു ഓർഗാനിസത്തിന്റെ പ്രവർത്തനങ്ങളെ വിവിധ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാമല്ലോ. അത് പാത്തോജൻസ് ആകാം, കോമ്പറ്റിറ്റേഴ്സ് ആകാം, പാരസൈറ്റ്സ് ആകാം, അല്ലെ? അതുപോലെ അബയോട്ടിക് ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, ലൈറ്റ്, pH, എക്സെട്ര. അപ്പോൾ activities of organism depend on several biotic and abiotic factors. A species has different ranges of tolerance to different environmental factors. The tolerance of species to various factors can be plotted simultaneously in a graph. So, for example, if the range of tolerance of a species to temperature alone is plotted, a one-dimensional niche is obtained. ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ മറൈൻ എൻവയോൺമെന്റില് ആണെന്നിരിക്കട്ടെ, അവിടെ സലൈനിറ്റി ടോളറൻസ് അവിടെ കാണുന്ന ഫിഷസ് അല്ലെങ്കിൽ അവിടെ കാണുന്ന ഓർഗാനിസത്തിന് നമ്മൾ ഒരു കാര്യം എടുക്കും, സലൈനിറ്റി ടോളറൻസ് മാത്രമേ എടുക്കും. ഇപ്പോൾ 1 dimension അല്ലെ. പിന്നെ adding each new environmental variable simply add one or more axes and increases the number of dimensions of the plot by 1. അങ്ങനെ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ ആക്കാം. ഹൈപ്പർവോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? ഹൈപ്പർവോളിയം ഡിഫൈൻസ് ദ മൾട്ടി ഡയമെൻഷണൽ സ്പേസ് ഓഫ് റിസോഴ്സസ് ലൈറ്റ്, ന്യൂട്രിയന്റ് അവൈലബിൾ ടു ആൻഡ് സ്പെസിഫിക്കലി യൂസ്ഡ് ബൈ ആൻ ഓർഗാനിസം, അല്ലെ? അപ്പൊ ഈ മൂന്നിനെ കുറിച്ച് കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അത് എങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നമുക്ക് ഒരു ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ തരാം, അന്നേരം നമുക്ക് മനസ്സിലാകും കൂടുതൽ. ഇനി നമുക്ക് ശരിക്കുമുള്ള നമ്മുടെ പോർഷനിലേക്ക് വരാം. എന്താ? ഫണ്ടമെന്റൽ ആൻഡ് റിയലൈസ്ഡ് നിഷ്. Very important point topic. You see, fundamental niche, it takes place the absence of competition. Fundamental niche is the entire set of conditions under which animals or population species can survive and reproduce itself. Entire set of condition. നമുക്കൊരു ഉദാഹരണം കൊണ്ട് ഇത് മനസ്സിലാവുള്ളൂ. ഇറ്റ് ഈസ് പ്രീ കോമ്പറ്റിറ്റീവ്. നേരത്തെ പറഞ്ഞു ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷനിലാണ്. ഫണ്ടമെന്റൽ നിഷസ് ആർ പൊട്ടൻഷ്യൽ, സാധ്യതയുള്ളത്, റിയലൈസ് ആയിട്ടുള്ള അതല്ല, ആക്ച്വൽ അല്ല. ആൻഡ് ഇറ്റ് ഈസ് തിയറിറ്റിക്കൽ. ഞാൻ പറഞ്ഞല്ലോ, ആ ഉദാഹരണം കൊണ്ട് മാത്രമേ ഇത് ഭംഗിയായിട്ട് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ അത് പറയാം. പിന്നെ റിയലൈസേഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. പ്രസൻസ് ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ ഒരു കോമ്പറ്റീറ്ററിന്റെ പ്രസൻസിലുള്ള അതാണ് ദ റിയലൈസേഷൻ. അപ്പം ഇത് കീ പോയിന്റ് ആണ് ഇതിൽ. ഇസ് ദ realized niche is the set of conditions actually used by animals after interactions with other species. It is the post-competitive. നമുക്കൊരു ഉദാഹരണം കൊണ്ട് നോക്കാം. ഇവിടെ വളരെ ഫെമിലിയർ ആയിട്ട് നമുക്ക് ഫണ്ടമെന്റൽ ആൻഡ് റിയലൈസ്ഡ് നിഷ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഉദാഹരണമാണിത്. കണ്ടോ? ചെതമാലസ് ആൻഡ് ബലാനസ്. ചെതമാലസ് ചില ടെക്സ്റ്റുകളിൽ ചെതലാമസ് എന്നും പറയാറുണ്ട്, പക്ഷെ കൂടുതൽ ആപ്റ്റ് നമ്മൾ ചെതമാലസ് ഉപയോഗിക്കുന്നതാണ്. ഇത് ബാർനക്കിൾസ് ആണ്. ഇത് കൂടുതലായിട്ട് ഈ റോക്കീസ് കോസ്റ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് അവിടെ കാണുന്നുണ്ട്, പല സ്ഥലങ്ങളിലും കാണാം. എന്നാലും ഇത് ഈ സ്കോട്ട്ലൻഡിലെ റോക്കി സീ കോസ്റ്റിൽ കാണുന്ന ഈ ബാർനക്കിൾസില് ഈ കൊണൽ എന്ന സയന്റിസ്റ്റ് പല എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ആ രീതിയിലും ഇത് ഈ ബാർനക്കിൾസ് ഫേമസ് ആണ്, ഓർത്തിരിക്കുക. അപ്പോ ഈ ബാർനക്കിൾസിന്റെ കാര്യം നോക്കിയേ. ദീസ് ആർ ബാർനക്കിൾസ് സീൻ ഇൻ റോക്കി സീഷോർ. ചെതമാലസ് barnacles are smaller and can live in both deep and shallow water. ഞാൻ അതിന്റെ ഉദാഹരണം
അതിൻ്റെ ഡയഗ്രാം കൂടെ കാണിച്ച് പറഞ്ഞുതരാം. അപ്പൊ എന്നിട്ട് ബാക്കിലേക്ക് വരും. ഇതാ ചെതമാലസ് മാത്രം റോക്കി ഷോറിൽ കാണുന്ന ഒരു ഡയഗ്രമാണ്. ഇവിടെ ചെതമാലസും ബലാനസും കൂടെ കാണുന്ന ഒരവസ്ഥ. ആദ്യം നമുക്ക് ചെതമാലസ് മാത്രം കാണുന്ന അതിന്റെ കാര്യം ഒന്ന് നോക്കാം. ഹാബിറ്റേറ്റ് ഒക്കെ നോക്കാം. സോറി, ദീസ് ആർ ബാർണക്കിൾസ് സീൻ ഇൻ റോക്കി സീഷോർ. രണ്ട്, ചെതമാലസും ബലാനസും. ചെതമാലസ് ബാർണക്കിൾസ് ആർ സ്മോളർ. നോക്കി, ഇതിന്റെ സൈസ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഓരോന്നിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. ഇവിടെയാണെങ്കിലോ ബലാനസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബലാനസിന്റെ ഇച്ചിരി വലുതാണ് അല്ലെ. അപ്പോ ഈ ചെതമാലസ് ക്യാൻ ലീവ് ബോത്ത് ഡീപ്പ്, കണ്ടോ, ഡീപ്പ് ആൻഡ് ഷാലോ വാട്ടർ. ഓക്കെ, ഇവിടെ ബലാനസ് ആണെങ്കിലോ ഇറ്റ് ക്യാൻ സീ ഓൺലി ഇൻ ദ ഡീപ്പ് വാട്ടർ ആൻഡ് ഓൾസോ റെയർലി ഇൻ, വളരെ കുറച്ച് മാത്രം വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഭാഗം ഇവിടെ കാണാം. ക്ലിയർ അല്ലേ? ഇനി അപ്പോ ചെതമാലസ് ക്യാൻ സർവൈവ് ഇവിടെ ഡ്രൈ കണ്ടീഷൻ, ഇങ്ങോട്ടുള്ള എക്സ്പോസ്ഡ് എയറി പാർട്ട്. അപ്പോ ബെറ്റർ ദാൻ ബലാനസ് തന്നല്ലോ. ഇനി ബലാനസ് ഈസ് ലാർജ് സ്പീഷീസ്. ദിസ് ലിവ്സ് ഓൺലി ഇൻ ഡീപ് വാട്ടർ തന്നല്ലോ. ആൻഡ് റെയർലി എക്സ്പോസ്ഡ് ടു എയർ. റെയർലി എക്സ്പോസ്ഡ് ടു എയർ കുറച്ച് ഭാഗങ്ങൾ. അപ്പോ here in the absence of competition, only one kind of species alone is present. കണ്ടോ, ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ. ഇവിടെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ബലാനസ് ആണ്. ബലാനസിന്റെ സാന്നിധ്യത്തിൽ ചെതമാലസ് കണ്ടോ ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങ് ഒതുങ്ങി. ഇത് എന്താണ്? ചെതമാലസിന്റെ സാധ്യത, പൊട്ടൻഷ്യൽ ആയിട്ടുള്ളതാണ്. ഇവിടെയും ജീവിക്കാം. പക്ഷെ ഇവിടെ ബലാനസിന്റെ സാന്നിധ്യത്തിൽ അതിന് ഇങ്ങോട്ട് വരാൻ പറ്റുകയില്ല. അപ്പോ മനസ്സിലായോ? അപ്പൊ ഹിയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ഓൺലി വൺ കൈൻഡ് ഓഫ് സ്പീഷീസ്. ഇവിടെ ഏതാ? ചെതമാലസ് alone is present. This can live in shallow and deep water. That is, it can occupy in the upper and lower zones. It can occupy in the upper and lower zones in the absence of competition. Underline. This is the fundamental niche of ചെതമാലസ്. Okay, fundamental niche of ചെതമാലസ്. നമുക്ക് ഇവിടെ ഇതിന്റെ കാര്യം നോക്കാൻ. രണ്ട്, ചെതമാലസും ബാലനസിന്റെയും ഒരുമിച്ചുള്ള ഹാബിറ്റേറ്റ്. But in the case of banana species, these cannot tolerate dehydration. ഇത് ഇങ്ങോട്ട് പോകാൻ പറ്റുകയില്ല. So they will leave the bottom of seashore. അപ്പോ ബോട്ടം ഓഫ് സീഷോറിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. And will compete with the ചെതമാലസ് സ്പീഷീസ്. ഉണ്ടോ? This will compete with the ചെതമാലസ് സ്പീഷീസ്. അപ്പൊ കാരണം ഇവിടെ കോമ്പറ്റീറ്റർ ഇതാണ്. അപ്പൊ അത് ഉള്ളിടത്തോളം ഇതിനങ്ങോട്ട് ഒതുങ്ങേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ, ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ പല രീതിയിലുണ്ട്. ഇവിടെ ഉള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്ലോയിറ്റഡ് കോമ്പറ്റീഷൻ ആണ്, ഇന്റർഫറൻസ് അല്ല. അപ്പൊ ഇത് ഇവിടെ ഉള്ളിടത്തോളം കാലം അതിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അല്ലെ, അഗ്രസീവ് അല്ല. പിന്നെ എനിവേ കോമ്പറ്റീറ്റർ ഉള്ള സ്ഥലത്ത് ചെതമാലസിന് വരാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും. Now the ചെതമാലസ് occupies regions where the balanus is absent. എന്നല്ലോ. അപ്പൊ അതുകൊണ്ട് that is the realized niche of ചെതമാലസ്. അപ്പൊ റിയലൈസ്ഡ് നിഷ് ഇവിടെ കോമ്പറ്റീഷൻ ഉള്ളപ്പോഴാണ് വരുന്നത്, അല്ലെ? ഇനി നമ്മൾ അവിടെ നോക്കാം, നേരത്തെ പഠിച്ചത് നോക്കാം. എന്താണ് ഫണ്ടമെന്റൽ നിഷ്? ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷനിൽ കാണുന്നത് is the entire set of conditions under which animal population can survive. ഒരു കോമ്പറ്റീറ്റീവ് ഇല്ല, ഒന്നുമില്ല, and reproduce itself. It is pre-competitive. Fundamental niches are potential, അല്ലെ? അത് സാധ്യതയാണ്, അതിന് ലോവറും അപ്പുറവും ജീവിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ബലാനസ് ഉണ്ടാകുമ്പോൾ അതിന് റിയലൈസ്ഡ് നിഷിലേക്ക് ഒതുങ്ങേണ്ടി വരും. അപ്പോൾ റിയലൈസ്ഡ് നിഷ് is the set of conditions actually used by animals after interactions with the other species. Clear ആണെന്ന് തോന്നുന്നു, അല്ലെ? ക്ലിയർ ആയല്ലോ? അല്ല, എനി ഡൗട്ട്? നോ ഡൗട്ട്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ച കാര്യം എന്താണെന്ന് നോക്കാം. ഫണ്ടമെന്റൽ നിഷ്, റിയലൈസ്ഡ് നിഷ് ഒന്ന് കമ്പയർ ചെയ്യാം. ഇറ്റ് ഇസ് ദ തിയററ്റിക്കൽ പൊട്ടൻഷ്യൽ നിഷ്, അല്ലെ? റിയലൈസ്ഡ് നിഷ് ഇസ് ദ
where the species actually lives. Fundamental niche is pre-competitive, realized niche is post-competitive. Fundamental niche in the absence of limiting factors in the environment. No limiting factors there. Realized in the presence of limiting factors in the environment. ഇവിടെ മിക്കവാറും ഫണ്ടമെന്റൽ നിഷ് ഇവിടെ വലുതായിരിക്കും. റിയലൈസ്ഡ് നിഷിനേക്കാളും സ്മോളാണ്. Fundamental niche, there is no competition either for resources or predators. ഇവിടെ competition occurs for both resources and predators. Okay. ഇനി നമുക്ക് ചില എക്സാമ്പിളോട് ചെയ്യുമ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പിടികിട്ടും. Okay, first one. Hutchinsonian concept of ecological niche is based on ഇത് CSIR നെറ്റില് 2011 ഡിസംബറിൽ ചോദിച്ചത്. ഇവിടെ the Hutchinsonian concept of ecological niche is based on microhabitat occupied, multidimensional hypervolume, role played in the ecosystem, a combination of role played and a microhabitat occupied. This is clear. Multidimensional hypervolume on Hutchinson concept is clear. Okay. പക്ഷെ എന്നാലും മറ്റു ചില രീതിയിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തെറ്റുക. നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു 3 നിഷ് കൺസെപ്റ്റ്. ഇതില് ഇവിടെ മൈക്രോ ഹാബിറ്റേറ്റ് ഓക്കുപ്പൈഡ് എന്നാണ് നിങ്ങൾക്ക് തന്നിട്ട് ചോദിച്ചാലോ, മൈക്രോ ഹാബിറ്റേറ്റ് ഓക്കുപ്പൈഡ് ആയിട്ടുള്ള നിഷ് കൺസെപ്റ്റ് ഏതാണ്, ഏത് വരും? ഇതിന്റെ ഈ ചോയ്സിൽ ഇതിലാണെങ്കിൽ ഇത് ഏത് എക്കോളജിക്കൽ നിഷ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കും? ഗ്രിനൽ കൺസെപ്റ്റ് അല്ലേ? ഓക്കെ. ദെൻ അഥവാ സ്പാഷ്യൽ തന്നല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ ഹാബിറ്റേറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് സ്പെഷ്യൽ അഥവാ ഗ്രിനൽ കൺസെപ്റ്റ്. അതുപോലെ റോൾ പ്ലേഡ് ഇൻ ദ എക്കോസിസ്റ്റം, ഇത് ഏത് നിഷ് കൺസെപ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റോൾ പ്ലേഡ്. ഓക്കെ, എൽട്രോണിയൻ നിഷ് കൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെയെല്ലാം ഓർത്തിരിക്കുക. Then is a very important question that is asked in CSIR net June 2011. ഇതുപോലെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇത് പാറ്റേണിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്. വായിച്ചു നോക്കി. You observe that 2 species of barnacles, species 1 and species 2, occupy upper and lower strata of intertidal rocks respectively. Only when species 2 was removed by you from the lower strata, species 1 could occupy both the upper and the lower strata. From the choices given below, what would be the inference from these observations? Question മനസ്സിലായിട്ടോ? You observe 2 species of barnacles. ഇത് നമ്മൾ പഠിച്ച ഉദാഹരണത്തിന് സെയിം പാറ്റേൺ ആണ്. സ്പീഷീസ് 1 ആൻഡ് സ്പീഷീസ് 2. അതായത് നമ്മൾ പഠിച്ച 2 എണ്ണം എടുത്ത് ഇതൊക്കെ ചെതമാലസും ബാർണക്കിളും എടുത്ത് ചെതമാലസും അതുപോലെ ബലാനസും എടുത്ത് സ്പീഷീസ് 1 ആൻഡ് സ്പീഷീസ് 2 ഓക്കുപ്പൈ അപ്പർ ആൻഡ് ലോവർ സ്ട്രാറ്റ ഓഫ് ഇന്റർടൈഡൽ റോക്സ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ അപ്പർ ആൻഡ് ലോവർ സ്ട്രാറ്റ, അപ്പറിലും ലോവറിലും ഏതിന് ചെതമാലസിന് പറ്റും. ദെൻ ലോവറിൽ മാത്രമാണ് ഏതിന് ബലാനസ് അല്ലെ? ഓക്കുപ്പൈ അപ്പർ ആൻഡ് lower strata of intertidal rocks respectively. Only when the species 2 was removed by you, to remove ചെയ്താൽ മാത്രമേ from the strata species 1 could occupy both the upper and lower strata. Okay. അപ്പൊ ഇവിടെ ഇനി ചോദിച്ചിരിക്കുന്ന from the choices given below, what would be your inference from this observation? The upper and strata of the intertidal rock is the realized niche of species 1. Upper strata of the intertidal rock is the fundamental niche of species 1. Species 1 and species 2 exhibit mutualism. It is not correct. Mutualism. Species 1 can compete out species 2. ഏതാണ് ഏതിനെ കോമ്പീറ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് അവിടെ ചെതമാലസും ബലാനസും വെച്ച് പഠിച്ചപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ പഠിച്ച എക്സാമ്പിൾ വെച്ച് സ്പീഷീസ് 1 ഏതാണ്? ഇവിടുത്തെ സ്പീഷീസ് 1 പറഞ്ഞേ. ഇറ്റ് ഈസ് ചെതമാലസ്. ബലാനസ് അപ്പൊ മാറിക്കഴിഞ്ഞാൽ മാത്രമേ ചെതമാലസിന് അപ്പർ ആൻഡ് ലോവർ സ്ട്രാറ്റയിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇറ്റ്സ് ക്ലിയർ. അപ്പൊ അപ്പർ സ്ട്രാറ്റ ഓഫ് ഇന്റർടൈഡൽ റോക്ക് ഇസ് ദ റിയലൈസ്ഡ് നിഷ് ഓഫ് സ്പീഷീസ് 1, isn't it? Okay, it's very
Then, material question. The realized niche of an organism is the. അവിടെ നമുക്കറിയാം റിയലൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ അറിയാം the life pattern that occurs actually assumes അല്ലേ, അത് തന്നെയാണ്. പക്ഷെ നമുക്കൊന്ന് എല്ലാം നോക്കാം. The area of a species can occupy in the face of exploitative competition. ചിലര് ഇത് മനസ്സിലാക്കാതെ പെട്ടെന്ന് ഇവിടെ എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ ചിലപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതിരുന്ന ചിലപ്പോൾ തെറ്റിക്കും. അത് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ആൻസർ 4 തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഈ എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷൻ? ഇവിടെ കോമ്പറ്റീഷൻ നമ്മൾ പ്രധാനമായിട്ട് 2 രീതിയിൽ, പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇന്റർസ്പെസിഫിക് എന്നെല്ലാം. പക്ഷെ മറ്റൊരു രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷൻ ആൻഡ് ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. ഇവിടെ നമുക്ക് ബലാനസ് ഒരു എന്താണ് എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീറ്റർ ആണ്. അതായത് എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷൻ വരുന്നത് when individuals interact indirectly as they compete for common resources like territory and prey. അപ്പൊ അതവിടെ അത് വാസം ഉറപ്പിച്ചു. അതുകൊണ്ട് ചെതമാലോചന അങ്ങോട്ട് വരാൻ പറ്റുകയില്ല. അതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷൻ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ ഡയറക്ട്ലി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ വയ അഗ്രഷൻ, അങ്ങനെയൊക്കെയാണ്. ഇത് പ്രത്യേക ടോപ്പിക്കാണ്. നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരിക. But the area of species can occupy in the face of exploitative competition അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എക്സ്പ്ലോയിറ്റേറ്റീവ് കോമ്പറ്റീഷൻ നടത്തിയത് ആരാണ്? നമ്മുടെ ബലാനസിലും ചെതാമലാസിലും. ബലാനസ് അല്ലേ? അപ്പൊ ബലാനസ് ഓക്യുപ്പൈ ചെയ്യുന്നത് അതിന്റെ ഫണ്ടമെന്റൽ നിഷിലാണ്. ഓക്കെ, അപ്പോൾ അത് ഞാനിത് എടുത്തു പറഞ്ഞത്, ഇത് ഈ ക്വസ്റ്റ്യൻ ചിലർ തെറ്റിക്കാറുണ്ട്, ഇതല്ലേ എന്ന്. അപ്പൊ ഇതാണ്, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ റിയലൈസ്ഡ് നിഷ് ഓഫ് ആൻ ഓർഗാനിസം എന്ത് തന്നെയാണ്? ലൈഫ് പാറ്റേൺ ദാറ്റ് ദ ഓർഗാനിസം ആക്ച്വലി അസ്യൂംസ്. വൺ മോർ ക്വസ്റ്റ്യൻ. Frogs of species A are only found in marginal marshy habitats, and the frogs of species B inhabit the prime habitats. Experimental removal of frog species B showed that the frogs of species A moved into the prime habitat. Therefore, originally the species A frogs were inhabiting there. എവിടെയായിരുന്നു? 1D, then fundamental niche, realized niche, and absolute niche. Question ശരിക്കും ഒന്ന് വായിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ അതേ മോഡലാണ്, സെയിം ടൈപ്പ്. ഇവിടെ ഫ്രോഗ്സ് ഓഫ് സ്പീഷീസ് എ എവിടെ കാണുന്നു? ഫൗണ്ട് ഓൺലി ഇൻ ദ മാർജിനൽ മാർഷി ഹാബിറ്ററ്റ്. മാർജിനൽ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഫ്രോഗ്സ് ഓഫ് സ്പീഷീസ് ബി എവിടെ കാണുന്നു? ആ പ്രൈം ഹാബിറ്ററ്റിൽ കാണുന്നുണ്ട്. ഇനി അടുത്ത് ചോദിക്കുന്ന ഇതാണ്, എക്സ്പെരിമെന്റലി നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതാ ഫ്രോഗ് സ്പീഷീസ് ബി എ റിമൂവ് ചെയ്യുക. പ്രൈം ഏരിയയിൽ കാണുന്ന ഫ്രോഗ്സ് ബി എ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. That the frogs of species A എന്നാൽ മാത്രമേ moved into the prime habitat. Therefore, originally the species A frogs എവിടെയായിരുന്നു? അതായത് ബി റിമൂവ് ചെയ്താലേ ആ ബി പിന്നെ പ്രൈം ഏരിയയിലേക്ക് എക്ക് വരാൻ പറ്റുള്ളൂ. Therefore, originally the species A frogs were inhabiting there. എവിടെ ആയിരിക്കും? ഇപ്പൊ നമ്മൾ പഠിച്ച ഉദാഹരണം വെച്ച് നോക്കിയാൽ ബലാനസിന്റെ സ്ഥാനത്ത് ആരാണ് ഇവിടെ? സ്പീഷീസ് ഏതാണ്? എ ആണോ ബി ആണോ? ഇവിടെ സ്പീഷീസ് ബി അല്ലേ? ബലാനസ് ഉള്ളപ്പോൾ ചെതമാലസ് റിയലൈസ്ഡ് നിഷിൽ ഒതുങ്ങിയില്ലേ? അപ്പൊ അതുപോലെ ഇവിടെ സ്പീഷീസ് എ വേർ ഇൻഹാബിറ്റിംഗ് ദ റിയലൈസ്ഡ് നിഷ്. ഓക്കെ, സോ നമ്മൾ ആ ഉദാഹരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, so if you like this video, please subscribe it and share. Okay, thank you.